റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നൂഡിൽസ് നമുക്ക് വേവിക്കണം. ഒരു പാനിലേക്ക് 100 ഗ്രാം നൂഡിൽസ് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ 200 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 3 ദിവസം വരെ നമുക്ക് ഈ നൂഡിൽസ് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ടാവും. ഇനി ഇതിലേക്ക് 100 ഗ്രാം ചിക്കൻ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ട പൊട്ടിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മുട്ട നേരത്തെ മിക്സ് ചെയ്തതും ഒഴിച്ച് നന്നായി ചിക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനിയൊരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച ചിക്കനും ചേർത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ചേർത്താൽ മതി. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സോസ് ചേർക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച നൂഡിൽസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അടിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ചിക്കനും മുട്ടയും വെജിറ്റബിൾസും എല്ലാം ചേർത്തിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാകും. മുട്ടയോ ചിക്കനോ മതിയെങ്കിൽ അങ്ങനെ ആയാലും മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.